കേരളീയരുടെ ഭക്ഷണ രീതിയിൽ കാര്യമായ മാറ്റമുണ്ടാകുന്നു. മലയാളികളെ ഇഷ്ടഭക്ഷണമായ അരിയാഹാരം കുറയ്ക്കുന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പുറത്തുവിട്ട ഗാർഹിക ഉപഭോഗ സ്ഥിതിവിവര കണക്കുകൾ വ്യക്തമാക്കുന്നു. അരിയാഹാരം ഉയർത്തുന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ പരിപാലനത്തിനായി മലയാളികളുടെ അരിയാഹാര നിയന്ത്രണം എന്നാണ് പൊതുജനാരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. മലയാളിയും അരിയാഹാരവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. 3 നേരവും അരിഭക്ഷണം കഴിച്ചാൽ സന്തോഷമെന്ന് കരുതിയിരുന്ന മലയാളികളുടെ അരിയാഹാരപ്രിയം കുറയുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ ഗ്രാമീണ മേഖലകളിൽ 2011-12 പ്രതിമാസം ശരാശരി 7.39 കിലോഗ്രാം ആയിരുന്നു ഒരാളുടെ അരി ഉപഭോഗം. ഇത് 2022-23 5.82 കിലോഗ്രാമായി കുറഞ്ഞിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ 6.74 കിലോഗ്രാം ആയിരുന്നത് 5.25 കിലോഗ്രാമായും കുറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് അരിയുടെ ഉപയോഗത്തിൽ 50% കുറവുണ്ടായതായി അരിമിൽ വ്യവസായ മേഖലയിലുള്ളവരും വ്യക്തമാക്കുന്നു. അമിതമായ അളവിൽ അരിഭക്ഷണം ഗ്ലൂക്കോസിന്റെയും കൊഴുപ്പിന്റെയും അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുകയും ഇത് അമിതവണ്ണത്തിന് കാരണമാവുകയും അതുവഴി ജീവിതശൈലി രോഗങ്ങളുടെ പിടിയിലാവുകയും ചെയ്യും എന്നത് തന്നെയാണ് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അരിയാഹാരങ്ങൾ കുറയ്ക്കാൻ പ്രധാന കാരണം. ഇപ്പോൾ ചോറ് കുറച്ച് കഴിഞ്ഞാൽ കുടവയറ് കുറയും എന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ പ്രമേഹമുള്ളവർ അവർ കലോറി നിയന്ത്രിക്കാനായിട്ട് ചോറ് കുറയ്ക്കാറുണ്ട്. ഇനി അരിയാഹാരം കുറയുന്നതിൻ്റെ മറ്റ് പല കാരണങ്ങളുണ്ട്. കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന ആൾക്കാരല്ല ഇപ്പോഴുള്ളത്. നമ്മുടെ ഒരു ഡെമോഗ്രഫി തന്നെ മാറിയിരിക്കുകയാണ്. ആൾക്കാരുടെ ഭക്ഷണക്രമത്തിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചോറിൻ്റെ അളവ് കുറയ്ക്കുക മാത്രമല്ല, ഈ ഊണ് കഴിക്കുന്നതിന് പകരം സ്നാക്സിൽ ഒതുക്കുന്ന ശീലം ചിലർക്കുണ്ട്. എന്നാൽ അരിയാഹാരം കുറച്ചെങ്കിലും എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഉൾപ്പെടെയുള്ള അനാരോഗ്യകരമായ ഭക്ഷണങ്ങളുടെ ഉപയോഗം കേരളീയർക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ഒരു ധാന്യത്തിന് പകരം മറ്റൊരു ധാന്യം കഴിക്കുന്നതോ അരിയാഹാരം കുറച്ച് വറുത്തതും പൊരിച്ചതുമായ ലഘുഭക്ഷണം കഴിക്കുന്നതോ ശരിയായ മാർഗമല്ല. പകരം കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുന്നതാണ് ഉത്തമമായ മാർഗം. അതേസമയം അരി ഉപയോഗിക്കുന്നവരിൽ മട്ട ഇനം തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പോലും മട്ട അരിയുടെ വിൽപ്പന വർദ്ധിച്ചു. US, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ മട്ട അരി കയറ്റുമതി ചെയ്യുന്നുണ്ട്. 24 കൊച്ചി.